ലാലേട്ട വളരെ മോശമായി പോയി. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ട ഓരോ മലയാളി പ്രേക്ഷകരുടെയും മനസ്സിലുള്ള പല ചോദ്യങ്ങൾക്കും ലാലേട്ടൻ ഉത്തരം തന്നേ മതിയാകൂ. കാരണം സിബിൻ ചെയ്തത് ശരിയാണെന്നല്ല പറയുന്നത്. സിബിൻ ചെയ്ത തെറ്റിന് സിബിൻ മാപ്പ് ചോദിക്കുകയും അതിനുള്ള ശിക്ഷ, പരമാവധി ശിക്ഷ സിബിന് കൊടുക്കുകയും ചെയ്തതിന് ശേഷവും പിന്നെ എന്തിന് സിബിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെയിട്ട് വലിച്ചിഴച്ച് നാണം കെടുത്തി? ഇത് സിബിന് വളരെ രീതിയിലുള്ള മാനസിക വിഷമം ഉണ്ടാക്കിയെന്ന് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കാണുമെന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. ജാസ്മിൻ ചെയ്ത പല തെറ്റുകൾക്കും ഇത്ര കടുത്ത ശിക്ഷ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല. ലാലേട്ടനോ ബിഗ് ബോസോ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് സിബിന് മാത്രം എന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഇതിനുള്ള ഉത്തരം ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ പറയുമെന്നാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ വിശ്വാസം. വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ചൂണ്ടിക്കാണിക്കാം. മുൻപ് ബിഗ് ബോസ് Q&A സെഷനിൽ സിബിൻ്റെ ടീം ഗബ്രിയുള്ള പവർ ടീമിനെയും ജാസ്മിൻ എന്ന ക്യാപ്റ്റനെയും തേച്ചൊട്ടിച്ച് വിട്ടിട്ട് അന്ന് സിബിൻ ടീമിന് 1ാം സ്ഥാനം കൊടുത്തില്ല. അന്ന് പ്രേക്ഷകരുടെ അഭിപ്രായം വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിച്ചും ഇല്ല. തികഞ്ഞ അനീതിയല്ലേ ലാലേട്ട അത്? ജാസ്മിനെ മിഡിൽ ഫിംഗർ കാണിച്ചത് തെറ്റു തന്നെയാണ്, അശ്ലീലം ആംഗ്യമാണത്. അതിന് സിബിൻ ചോദ്യം ചെയ്യപ്പെടണം. അപ്പോഴും ജാസ്മിൻ എന്ന വ്യക്തി അവിടെ വിളിച്ച തെറികൾ, ബോഡി ഷെയ്മിങ് എന്നിവയും ചോദ്യം ചെയ്യപ്പെടണം. ജിൻഡോയെ കറുത്ത കാക്ക എന്ന് വിളിച്ചതും കരിഞ്ഞ മത്സ്യ കന്യകൻ എന്ന് വിളിച്ചതും അധിക്ഷേപം തന്നെയാണ്. ജയിലിൽ ജിൻഡോ ഫുഡ് കൊടുക്കാൻ പോയപ്പോൾ ഗബ്രി വന്ന് ഹഗ് ചെയ്തു പോയി. അപ്പോൾ പറഞ്ഞ വാക്കുകളും അശ്ലീലമാണ്. നടുക്ക് നിന്നിട്ടും ഒന്നും നടന്നില്ലേ കാക്ക എന്ന് ചോദിക്കാൻ ജിൻഡോ അവിടെ ജാസ്മിൻ്റെ സ്പർശന സുഖം നോക്കി പോയതല്ല, ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടി ചെയ്തതാണ്. ജയിലിൽ വെച്ച് ജിൻഡോ, സിബിൻ എന്നിവരെ ഷൊണ്ണൻ എന്ന് വിളിച്ചത് ഷണ്ടൻ എന്ന അർത്ഥം വരുന്ന വാക്കാണത്. അത് കൂടിയ ഇനം അധിക്ഷേപം തന്നെയാണ്. ജാസ്മിൻ പറയുന്നത് അതുപോലെ ഗബ്രി പറയുന്നത് ജാസ്മിനും പറയുന്നു. എവിക്ഷനും നോമിനേഷനും ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി നോമിനേഷനും രണ്ടാളും ഒരുപോലെ പറയുന്നതും ആരും വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ചോദ്യം ചെയ്തിട്ടില്ല. ഗബ്രിയുടെ വഴക്ക് ജാസ്മിനും ജാസ്മിൻ വഴക്ക് ഗബ്രിയും ഏറ്റെടുക്കുന്നതും ആർക്കും ഒരു പ്രശ്നമല്ല. സിബിൻ മറ്റുള്ളവർക്ക് മുന്നിൽ സ്വന്തം അഭിപ്രായം പറഞ്ഞാൽ അത് അവരെ അപമാനിക്കലായി. നല്ല ഒന്നാന്തരം അനീതിയാണ് ഇത് ലാലേട്ട, നല്ല ഒന്നാന്തരം അനീതി.